பிரச்சனை என்ன? திருடன் உங்க வீடு விட்டு உடைக்கிறதுக்கு ரொம்ப முயற்சி பண்ணிட்டு இருந்தானே. ஐயோ, இது திருட இல்ல மச்சான். அப்படியா? அண்ணே மன்னிச்சிடுங்க அண்ணே. இல்ல பரவாயில்ல, தெரியாம தானே. போங்க. சரிங்க, எல்லாரும் போங்க. வாங்க. വെള്ളം കിട്ടിയോ വരവേട്ടാ? എന്തിനാ ഇപ്പൊ കരണേ? ആരും ഇല്ലാത്ത വീട്ടിന്റെ പൂട്ട് പൊളിക്കാൻ നോക്കിയാ പിന്നെ ഒരു തല്ലി കൊല്ലാണ്ടിരിക്കൂ. അകത്ത് നോട്ട് കെട്ടുകൾ അടക്കി വെച്ചിട്ടാന്ന് വിചാരിച്ചിണ്ടാവേ. അവരെന്നെ തല്ലിയില്ലല്ലടാ എനിക്ക് സങ്കടം. നിന്റെ ഇന്നലെ ഓർത്തിട്ടടാ മോനെ, ഒരു രാജാവിനെ പോലെ ജീവിച്ചത് എനിക്ക് സഹിക്കണില്ലടാ. ഇങ്ങനെ കരയല്ലേ, ആളുകൾ കാണും. ആര് കണ്ടോ എനിക്കെന്താ? എനിക്ക് എന്റെ സങ്കടം കറച്ചിട്ട് തീർക്കണം. ചന്ദ്രേട്ടാ 3Xന്റെ കുപ്പിടുത്തില്ലേ? 3X? ആ, ഓൾഡ് മങ്ക് 3Xന്റെ ഒരു ഹാഫ് ബോട്ടിലേ സഞ്ചിയിലുണ്ടാവും. ഇതല്ലേ? ഇതെന്താ? ഇതൊരു 250 വെളിച്ചെണ്ണ വാങ്ങിയതാ. വെളിച്ചെണ്ണ അവന്റെ തന്ത്ര തല തെച്ച് കുളിപ്പിക്കട്ടെ. നീ പറഞ്ഞത് നേരാ. വിവരമില്ലാത്തവരുടെ നാടാണെങ്കിലും ഇതൊരു സുഖ. ഈ പുഴയും കാറ്റും. നമ്മുടെ നാട്ടിലാണെങ്കിൽ കിണർ വരെ വറ്റി. എങ്ങനെ വറ്റാണ്ടിരിക്കും? നമ്മുടെ ആളുകളുടെ മനസ്സ് അത്ര നല്ലതാ. കറക്റ്റാ. ഞാനൊരു സത്യം പറഞ്ഞ നീ ചിരിക്കോ? ഞാൻ ചിരിക്കും. നീ ചിരിക്കും, അതുകൊണ്ടല്ലേ നീ ഗുണം പിടിക്കാത്ത. മോനെ ചന്ദ്ര, ഞാൻ നിന്റെ ചേച്ചിയെ കിട്ടിയത് അവളുടെ സൗന്ദര്യം കണ്ടിട്ടാ, അല്ലെങ്കിൽ 15 പവൻ കണ്ടിട്ടോ? നിന്നെ കണ്ടിട്ടാ. നിന്റെ തങ്കം പോലത്തെ മനസ്സ്. എന്തിനാ തൊളിക്കണേ? സത്യം പറഞ്ഞേട്ടാ ഞാൻ ചിരിച്ചു പോകും. പക്ഷെ ചന്ദ്രേട്ടൻ ചിരിക്കില്ല. ഇവൻ ചിരിക്കില്ല, ഇവന് ബുദ്ധിയുണ്ട്. നീ കൂടെ കൂടിയതാ അവന്റെ നാശം. ഓ, 15 1 പവൻ കുറഞ്ഞെന്നും പറഞ്ഞേ അന്ന് പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോയി നമ്മുടെ ഈ പരമേടം തന്നെയല്ലേ ചന്ദ്രേട്ടാ? അത് വാക്ക്, അത് വേറെ കാര്യം. പരമേശ്വരൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാ. അതിപ്പോ സ്വന്തം അച്ഛനായാലും ഞാൻ സമ്മതിക്കില്ല. അളിയനിപ്പോ എന്നെ തിരക്കി വന്നതിന്റെ ഉദ്ദേശം എന്താ? സരോജിനി മക്കളും നിന്നെ കാണണം എന്ന് പറഞ്ഞ് എനിക്ക് ഇരിക്കപ്പുറത്തി തരണല്ല. പണ്ടൊക്കെ നീ വരണ ദിവസം ഞങ്ങൾക്ക് ഉത്സവ. ഇപ്പൊ എന്താടാ നീ ഞങ്ങളൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാത്തെ? അന്ന് ഉത്സവം നടത്താൻ കയ്യിൽ നല്ല കാശുണ്ടായിരുന്നേ. 7 ലോറി ഉണ്ടായിരുന്ന മൊയലാളിയാ പിരിക്കണില്ലേ അണ്ടി വേണനെ പോലെ. നീ പോടാ. എന്റെ അളിയന് ഒരു പ്രശ്നമില്ല. 7 അല്ല 70 ലോറി വാങ്ങിക്കടാ നമ്മള്. അതിന് വേണ്ടിട്ടാടാ ഈ അളിയൻ വന്നിരിക്കണേ. അളിയനും കൂടി 70 ലോറിയൊക്കെ വാങ്ങുമ്പോ ഈ പാവത്തിനെ മറക്കല്ലേ. നമ്മളൊക്കെ ഒന്നാടാ പുകഞ്ഞ കൊള്ളികള്. നിന്റെ അനിയനുണ്ടല്ലോ എഞ്ചിനീയർ സാർ, അവനും ഭാര്യയ്ക്ക് ഇപ്പൊ നിന്റെ പേര് പറയണത് പോലും നടക്കടാ. ചീട്ട് കളിക്കാരനല്ലേ, കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഈ നിലയിലാക്കിയതാരാന്ന് പറഞ്ഞു. പക്ഷെ അന്നും ഇന്നും ഈ പരമേശ്വരന് നീ എന്ന് വെച്ചാ ജീവനാ. അറിയോ? അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേട്ടാ. ആ ഷർട്ടൂരി തന്ന തിരുമ്മം. ബോധമില്ലെങ്കിലും ഇവൻ ആള് നല്ലവനാ. പോയത് പോയി. ഇനി അതോർത്തിട്ട് ഇങ്ങനെ നത്തിനെ പോലെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. വാർക്കത്തുള്ള കയ്യാത്. ഈ കയ്യിൽ ഇനിയും കാശ് വന്നു കയറും. നീ ധൈര്യമായിട്ട് ചീട്ട് കളി തുടങ്ങ്. അതിന് 10 10,000 ഈ അളി ഉണ്ടാക്കി തരും. കളിച്ച് കാശ് കിട്ടുമ്പോ നമ്മൾ ആദ്യം ഒരു ലോറി വാങ്ങും. എന്നിട്ട് പഴയ പോലെ സ്പിരിറ്റ് കടത്തും. നമുക്കൊരു വാരാടാ. അളിയൻ എഴുന്നേക്ക്. എണീക്കാൻ. അളിയൻ കുളിച്ചിട്ട് അടുത്ത വണ്ടിക്ക് സ്റ്റാൻഡ് വിടാൻ നോക്ക്. അയ്യോ, ഇതാ കുത്തിയ പാടാ. മറുക ഭാഗ്യമറുക. പറഞ്ഞു കേട്ടത് പോലെ അല്ല. എന്ത് കേട്ടു? ചത്തു ചത്തിലെന്ന നിലയിൽ 4-5 മാസത്തോളം വിശാഖപട്ടണത്ത് ഒരു ആശുപത്രി കിടന്നു കേട്ടിട്ടുണ്ടോ? അപ്പൊ എവിടെയായിരുന്നു ഉത്സവ കമ്മിറ്റിക്കാര്? ആശുപത്രിയിൽ നിന്ന് വിട്ടിട്ടും കിടന്നു. പണിയെടുക്കാൻ പറ്റാണ്ട് 5-6 മാസം. തിരിഞ്ഞു നോക്കിയിട്ടില്ല ആരും, എന്റെ അമ്മ പോലും. ഈ വിവരമില്ലാത്ത തെണ്ടി മാത്രമേ ഉണ്ടായുള്ളൂ. എന്റെ മരുന്നിനും ചെലവിന് ഇവൻ പെട്ട പെടാപ്പാടെന്താന്ന് ആർക്കും അറിയില്ല. അന്നൊന്നും ആരുമില്ല. ഇപ്പൊ ഞാൻ ചീട്ട് കളിച്ച് സ്പിരിറ്റ് നടത്തിയും കാശുണ്ടാക്കി തരണം. എന്നിട്ട് നാട്ടിൽ വന്ന് ഉത്സവം നടത്തണം. എന്റെ അളിയൻ പോ. മോനെ, അത് വിശാഖപട്ടണത്തെ ആസ്പത്രിയിൽ ഞങ്ങളൊക്കെ വന്നിരുന്നു. അപ്പൊ നീ ബോധമില്ലാണ്ട് ഐസിയുവിൽ കിടക്കല്ലേ? സതീശ് ഒരു 5000 റുപ്യ അതാ ഇവന്റെ കൊടുക്കുകയും ചെയ്തു. ഇല്ലടാ? ആയിക്കോട്ടെ, സന്തോഷം. എനിക്കൊരു പരാതിയില്ല. നിങ്ങൾക്കൊക്കെ എന്തിനും കണക്കുണ്ട്, എനിക്ക് കണക്കില്ല. കച്ചവടം നടത്തി കടം കയറി എന്റെ അച്ഛൻ കെട്ടിത്തൂങ്ങി ചത്തപ്പോ ഞാൻ കൊച്ച. 13 വയസ്സ്, ഒരമ്മയും 4 മക്കളും. എങ്ങനെ ജീവിക്കും? എടുത്താ പൊങ്ങാത്ത കടം. എന്റെ അമ്മ ഒരു എളുപ്പവഴി കണ്ടുപിടിച്ചു. കഞ്ഞിയിൽ വിഷം കലക്കി 4 മക്കളെയും വിളിച്ചിരുത്തി വിളമ്പി. അമ്മയുടെ കയ്യിൽ നിന്ന് ആ കഞ്ഞിയും കലവും വാങ്ങി വലിച്ചെറിഞ്ഞിട്ട് അന്തവും കുന്തവും ഇല്ലാത്ത ഈ ലോകത്തേക്ക് ഇറങ്ങി വന്നവനാ ചന്ദ്രഹാസൻ. 14 വയസ്സില്
ചെയ്യാത്ത പണിയൊന്നുമില്ല. കണ്ടിട്ടുണ്ട്, പിടിച്ചു പറിച്ചിട്ടുണ്ട്, കള്ളച്ചാരാൻ പാറ്റിയിട്ടുണ്ട്. ചെയ്യാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. അങ്ങനെയാ നിങ്ങൾക്ക് 15 പവൻ തന്നത്. എല്ലാരും വളർത്തി, വീടുണ്ടാക്കി, സതീശൻ എഞ്ചിനീയറായി, സുധയ്ക്ക് 100 പവൻ. അതിനൊന്നും എന്റെ കണക്കില്ല. വേണ്ട, ആരും വേണ്ട, ഞാൻ ഒറ്റയാ. പക്ഷെ എല്ലാരും നന്നായി, അത് മതി. എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു. എന്ത് തോന്നിയാസം ചെയ്യുമ്പോഴും ഒന്നേ ആലോചിച്ചിട്ടുള്ളൂ, എന്റെ അമ്മയ്ക്ക് വേണ്ടിയാ, എന്റെ അനിയത്തിക്ക് വേണ്ടിയാ, എന്റെ അനിയന് വേണ്ടിയാ. ഞാൻ മാത്രം അട്ടയെ പോലെ പൊട്ടക്കുളത്തില്. അവിടെ നിന്നെ കൈപിടിച്ച് കയറ്റിയ ഒരു പെൺകുട്ടിയുണ്ട്. അവക്ക് കൊടുത്ത വാക്ക് മാത്രം പറ്റില്ല. അവള് ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും സമാനായില്ലേ? കുരം കളിച്ചും മണ്ടം കളിച്ചും ഒന്നും ഓർക്കം വിടത്തെ കൊണ്ടു നടക്കാൻ ഞാൻ. അതിന് ഞാനൊരു നല്ല കാര്യമില്ല പറഞ്ഞു. ഇനിയും നല്ല കാര്യം പറഞ്ഞ് താനോട് നിന്നാ. നേരത്തെ കണ്ടില്ല കുറെ തെണ്ടിക്കൂട്ടങ്ങള്. ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഈ കൈയും കാലും മുറിച്ച് മീശം പറിച്ച് നാട്ടിലേക്ക് പാർസലായിട്ട് വിടും. വീട്ടിൽ ചെല്ലുമ്പോ സരോജിനേച്ചിക്ക് മക്കൾക്ക് കണ്ടാ മനസ്സിലാവില്ല. വിവരല്ല. ഒരു നല്ല കാര്യം പറഞ്ഞ തലേ കയറില്ല. പരമേട്ടന് ഇപ്പൊ അങ്ങട് അന്വേഷിച്ചു പോയെന്തിനാ? നിന്റെ ഏട്ടനായതുകൊണ്ട് മാത്ര, അല്ലെങ്കിൽ എനിക്കെന്താ കാര്യം? ഒന്ന് ഉപദേശിച്ച് നേരാക്കാന്ന് വെച്ചാ അങ്ങോട്ട് പോയത്. എടാ, അവനിപ്പൊ നമ്മളൊക്കെ ശത്രുക്കളാ. നിന്നോടാ ഭയങ്കര ദേഷ്യം. ആയിക്കോട്ടെ, എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട. ഞാനേ അന്തസ്സായിട്ട് ജോലി എടുത്താ ജീവിക്കണേ. ആ സ്പിരിറ്റ് കടത്തും ചീട്ടുകളെയും പെണ്ണുകസായി നടക്കുന്നവരുടെ പിന്നാലെ പോവാനേ എനിക്ക് പറ്റില്ല. ആ നിന്നെ ആളാക്കിയത് അവനാ, അതിന്റെ നന്ദിപ്പല്ല. വേണ്ട, ഇനിയിപ്പൊ അവൻ പറഞ്ഞു മുഴുവൻ ഞാൻ ഇവിടെ പറയണില്ല. ഇനി ഞാൻ അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞ് ലഹള ഉണ്ടാക്കിന്ന് ആരും പറയണ്ട. അതൊക്കെ ശരിയാ, ഇല്ലെന്ന് ആരും പറയാനില്ല. പഠിക്കാൻ കാശും തന്നിട്ടുണ്ട്, പക്ഷെ കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായത് ഞാനാ, എന്റെ ബുദ്ധി കൊണ്ടാ. അതും ചന്ദ്രേട്ടനെ എന്ന് പറയില്ലോ. പിന്നെ എനിക്ക് വേണ്ടി ചെലവാക്കിയ കാശ് എത്രയാന്ന് പറഞ്ഞാ അത് പലിശ സഹിതം കൊടുക്കാൻ ഞാൻ തയ്യാറാ. ആർക്കാടാ പലിശ? അമ്മ കേട്ടില്ലേ, പരമേട്ടൻ ചന്ദ്രേട്ടനെ കണ്ടത്. ഉവ്വോ, ഉവ്വ്, എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. അവന് സുഖാണോ പരമേശ്വര? പിന്നെ പരമസുഖല്ലേ? അമ്പലക്കാളെ പോലെ നടക്കുന്നവർക്ക് സുഖത്തിന് എന്താ കുറവ്? അതേടാ, അമ്പലക്കാള തന്നെ എന്റെ മോൻ നടവള്ളി വിട്ടതാ നിങ്ങൾക്കൊക്കെ വേണ്ടി. പിന്നെ അമ്മയ്ക്ക് ഇപ്പോഴും നിങ്ങളാരും മക്കളല്ല, ചന്ദ്രേട്ടൻ മാത്ര അമ്മയുടെ മോൻ. എന്നാ പൊയ്ക്കോ മോന്റെ അടുത്ത്. ഞാൻ പോവും. പോവാൻ പറ്റിയ സ്ഥലം, നല്ല ആളുകളും. നല്ല കാലത്തോണ്ടേ നിർത്തിയിട്ടില്ല, പിന്നെയാണ് ഇപ്പൊ. അത് നിങ്ങളെയൊക്കെ ഓർത്തിട്ടാ. പഠിപ്പ്, കല്യാണം, പ്രസവം, കുട്ടികള്, അങ്ങനെ ആലും കൊഴിഞ്ഞിട്ട് നേരമുണ്ടോ? എന്റെ മോൻ ഒറ്റമരത്തിലെ കിളിയെ പോലെ. അമ്മ തുടങ്ങി ഒറ്റ മരവും കിളി. ഈ അമ്മയുടെ ഒരു കാര്യം. അമ്മയുടെ വർത്താനം കേട്ടാ നമ്മളൊക്കെ കൂടി അവന്റെ ജീവിതം തകരാറാക്കിയ തോന്നും. അവന്റെ ജീവിതം തൊലച്ചത് അവളെ ഒരുത്തിയ. അവള് എന്ന് കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങി നാശം. ഊരും പൊട്ടോള്.